Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഫിഷ് കട്ട്ലേറ്റ് ആണ്. ട്യൂണ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 2 ഇടത്തരം സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നീളത്തിൽ അരിഞ്ഞെടുക്കരുത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ ചെറുതായിട്ട് വേണം അരിഞ്ഞു ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഒന്നും വെറുതെ ഇടുവോ അല്ലെ പിച്ചി കീറി ഇടുവോ ചെയ്യരുത്, ഇതുപോലെ അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറിവേപ്പില മാത്രം പുറത്തേക്ക് വരും, അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാന് കിട്ടുന്ന ട്യൂണയാണ്, അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറവുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ ഇനി ചേർത്ത് കൊടുക്കാം. ഇപ്പം സവോള എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ കുറവുണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ക്യാനാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ 250 ഗ്രാം ഉണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ക്യാനിലെ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് ഒരു ലേശം ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചാണ് ചേർത്തിരിക്കുന്നത്. കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഈ സമയത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പൊടികളും എല്ലാം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് കുറവുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂണും ഗരം മസാല 1/2 ടേബിൾ സ്പൂണുമാണ് മൊത്തത്തിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ആറാൻ വെക്കാം. ഈ ചൂടോടെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് നന്നായിട്ട് ആറിയിട്ട് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി ഈ ഉരുള ഇടത്തെ കൈയിലേക്ക് വെച്ച് ഒന്ന് അമർത്തിയെടുക്കാം. സൈഡും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഉരുട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് നല്ല ടൈറ്റ് ആവും. പിന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാണ്. ഇവിടെ ഞാൻ 2 മുട്ട കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പാറ്റീസ് ഓരോന്നായിട്ട് മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. മുട്ട കോട്ട് ചെയ്യാൻ ഉപയോഗിച്ച കൈ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാൻ ഉപയോഗിക്കരുത്. മറ്റേ കൈ ഉപയോഗിച്ച് വേണം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാൻ. ഇപ്പം ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുപ്പികളുടെ അടപ്പാണെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് വറുത്തു കോരാം. ബ്രെഡ് ക്രംസ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഒരു കുറച്ച് ബ്രെഡ് എടുത്ത് നമുക്കൊരു പാനിൽ ഒന്ന് ചൂടാക്കിയിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ട്യൂണ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിന് 22 കട്ട്ലേറ്റ് ആണ് കിട്ടിയത്. നിങ്ങൾ ഫിഷ് കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക.
പിന്നെ നിങ്ങൾ ഇതുപോലെ ക്യാനിലെ അല്ല ഉപയോഗിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് പിച്ചിയിട്ടാൽ മതിയാവും. ഏത് മീനും ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.